2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ 1 സ്പൂൺ നെയ്യ്. നെയ്യ് ചേർക്കാം നമുക്ക്. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മളിത് ഇലയിലേക്ക് അങ്ങനെ പരത്താം. സാധാരണ നമ്മൾ കൈ കൊണ്ടല്ലേ ആക്കണത്. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കല്ലോ. ഇതിങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പരത്തിയതിന് ശേഷം സാധാരണ നമ്മൾ കുഴച്ചിട്ട് കൈ കൊണ്ട് പരത്തല്ലേ, നല്ല കട്ടിയായിട്ട്. ചപ്പാത്തിക്ക് കുഴക്കണമെങ്കിൽ ഇത്തിരി ലൂസാക്കിയിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത്രയും കൂടി കട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അട നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഇത് തേങ്ങയും ശർക്കരയും കൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മടക്കുന്നു. ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇതേ ഇവിടെ സ്റ്റീമറിൽ ഞാൻ ഇഡ്ഡലി കുക്കറിൽ വെള്ളം വെച്ചിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പരത്തണം കേട്ടോ. ഇല നമ്മളൊന്ന് വാട്ടി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. പൊട്ടിയാൽ കാരണം ഇത്തിരി ലൂസായ കാരണം എൻ്റെ ഇലയുടെ ഉള്ളിൽ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേമാതിരി ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് 20 മിനിറ്റ് വേണ്ടി വരും. ഓ ഡബേ കൈ പൊള്ളി. നോക്കട്ടെ വെന്തോന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ സാധാരണ മറ്റേ കൈ കൊണ്ട് ഉണ്ടാക്കണേക്കാട്ടും നല്ല സോഫ്റ്റാണ്. തണുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് തന്നെയുള്ളത് കേട്ടോ. നല്ല കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അതെ, നല്ല തണുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും പറയണേ. എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതേമാതിരി ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ സാധാരണ മറ്റത് കുഴച്ചിട്ട് കൈ കൊണ്ട് പരത്തി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്.